ചേട്ടാ ഭയങ്കര ആളുകൾ വരികയാണല്ലോ മഹാകുംഭമേളയ്ക്ക്. പോകുന്നുണ്ടോ ഇത്തവണ? ഇല്ല, പോകുന്നില്ല. മഹാകുംഭമേളയല്ലേ 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേളയാണ്. അപ്പോൾ അതിന് പോയില്ലെങ്കിൽ ഇനി നമുക്കൊരു സാധ്യത ഉണ്ടാകുമെന്ന് പോലും സംശയമല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്നവർക്ക് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതെന്താ? മഹാകുംഭമേള കഴിഞ്ഞുപോയി. 2013 പ്രയാഗിൽ, ഇപ്പോഴത്തെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള കഴിഞ്ഞു. മഹാകുംഭമേള എന്ന് പറയുന്നത് കുംഭമേള 12 വർഷം കൂടുമ്പോഴാണ്. ഓരോ 12, അങ്ങനെ 12 കുംഭമേളകൾ കഴിയുമ്പോൾ 144 വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാകുന്ന കുംഭമേളയ്ക്കാണ് മഹാകുംഭമേള എന്ന് പറയുന്നത്, ആണല്ലോ. അതെ. ആ കുംഭമേളയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെയാണല്ലോ മാധ്യമങ്ങൾ അടക്കം വരും. മാധ്യമങ്ങൾ പറയുന്നുണ്ട് കാര്യമുണ്ടോ? ഇപ്പോൾ കുംഭമേളയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുള്ള ഒരു അഖാഡയാണ് ജുനാ അഖാഡ. ജുനാ അഖാഡയിലെ പ്രമുഖനായ സാധു ആനന്ദവനം ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ ABC വന്നിരുന്നു. ഞാനും സ്വാമിയും കൂടെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായി കുംഭമേളയെക്കുറിച്ച് ആധികാരികമായി വിവരങ്ങൾ അതിനെ സംഘടിപ്പിക്കുന്ന ഒരു സ്വാമിയുടെ നാവിൽ നിന്ന് മലയാളികൾ കേട്ടത്. അതിപ്പോഴും സാധു ആനന്ദവനത്തിൻ്റെ നമ്പർ ചോദിച്ചുകൊണ്ട് എന്നെ ഒരു ദിവസം മിനിമം ഒരു 10 പേര് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ കുംഭമേളയ്ക്ക് പോകുന്നു, ഞങ്ങൾ അതിന് നമ്പർ തരുമോ? ഞാൻ എല്ലാവർക്കും നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാമി എന്നോട് എന്നെ കഴിഞ്ഞ മാസങ്ങളായിട്ട് എന്നെ ക്ഷണിക്കുന്നുണ്ട്, ആനന്ദവനം വരൂ, അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ രജിജിയുടെ എല്ലമ്മാർക്കെ ഇത്തവണ അവിടെ 1000-ഓളം ആളുകൾക്ക് കുംഭമേളയിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ട്. അവരും എന്നെ വിളിച്ചു കുംഭമേളയ്ക്ക് വരാൻ. ഞാനങ്ങ് പോകുന്നില്ല എന്ന് വെച്ചു. ഒന്നല്ല, എനിക്ക് വിശ്വാസം ഇല്ലാണ്ടൊന്നുമല്ല. നമ്മുടെ തിരക്കുകളുണ്ട്, കുറേ പരിപാടികളുണ്ട്. അതിനിടയ്ക്ക് 5-6 ദിവസമൊക്കെ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റില്ല. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, സാധു ആനന്ദവനം നമ്മുടെ വീഡിയോയിൽ വന്ന ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു, 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേളയല്ല ഇപ്പോൾ പ്രയാഗിൽ നടക്കുന്നത്. അത് സാധാരണ 12 വർഷത്തിൽ കൂടുന്ന കുംഭമേള തന്നെയാണ്. ഇത് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം സിനുജി പറഞ്ഞതുപോലെ മഹാകുംഭമേളയല്ലേ, ഇനിയിപ്പോൾ 144 വർഷം കഴിഞ്ഞല്ലേ വരുള്ളൂ, അന്നൊന്നും എനിക്കൊന്നും പങ്കെടുക്കാൻ പറ്റില്ല എന്ന് കരുതി ആളുകൾ ആദ്യ പിടിച്ച് ടിക്കറ്റിന് തിക്കിത്തിരക്കിയൊക്കെ ഓടുകയാണ്. ടിക്കറ്റ് കിട്ടുന്നില്ല, ട്രെയിൻ ടിക്കറ്റ് ഇല്ല, ഫ്ലൈറ്റ് ചാർജ് കൂടുന്നു, എന്നാലും എങ്ങനെയെങ്കിലും പോകണം എന്ന് പറഞ്ഞ് ആളുകൾ പോവുകയാണ്. അത് അവരുടെ വിശ്വാസം. പക്ഷേ ഇനി ജീവിതകാലത്തൊരിക്കലും മഹാകുംഭമേള പങ്കെടുക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് പോകുന്നു എന്നുള്ള ഒരു ധാരണയിൽ പോകണ്ട. മഹാകുംഭമേള ഓൾറെഡി 2013 കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ആർക്കും ഇനി 100 വർഷങ്ങൾക്ക് അപ്പുറത്ത് വരുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയില്ല. കാരണം 12 വർഷം കഴിഞ്ഞതേ ഉള്ളൂ, ഒരു കുംഭമേള കഴിഞ്ഞതേ ഉള്ളൂ മഹാകുംഭമേള കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി 122 വർഷത്തിന് ശേഷമേ ഇനി എന്ത് വരുള്ളൂ, അടുത്ത മഹാകുംഭമേള വരുള്ളൂ. അതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് മഹാകുംഭമേളയാണ് എന്ന് കരുതി പോകണ്ട. പക്ഷേ ഇത് വളരെ പുണ്യ പ്രവൃത്തിയാണ്. അതായത് കുംഭമേളയിലെ സ്നാനം എന്ന് പറയുന്നത് 100 അശ്വമേധങ്ങൾ നടത്തുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. 100 അല്ല, 1000 അശ്വമേധങ്ങൾക്ക് തുല്യമാണ് കുംഭമേളയിലെ ഒരു സ്നാനം എന്ന് പറയുന്നു. 100 വാജപേയ യാഗങ്ങൾക്ക് തുല്യമാണ് ഒരു കുംഭമേള എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം, മാധ്യമപ്രവർത്തകനായ സുനിൽ ബാലകൃഷ്ണൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം കുംഭമേളയ്ക്കൊക്കെ പോയിട്ടുള്ള ആളാണ്. കുംഭമേള വളരെ പ്രധാനപ്പെട്ടതാണ്, ഹിന്ദുക്കളെ സംബന്ധിച്ച് ഏറ്റവും പവിത്രമായ കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ തിക്കിത്തിരക്കുകയാണ് അങ്ങോട്ട് പോകാൻ. മഹാകുംഭമേളയാണ്, ഇനി 144 വർഷം കഴിഞ്ഞേ ഉള്ളൂ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും പോകണം. ഇനി പോകാൻ കഴിയാത്തവർക്ക് വല്ലാത്ത നിരാശ. ഇപ്പം നിരാശയും വേണ്ട, അധിക വെപ്രാളവും വേണ്ട. കുംഭമേള ഇനി വരുന്നുണ്ട്. കുംഭമേള 2-3 വർഷം കഴിയുമ്പോൾ 2027 മറ്റോ ആണെന്ന് അടുത്ത കുംഭമേള വരുന്നത്. അപ്പോൾ കുംഭമേളകൾ രാജ്യത്ത് 4 സ്ഥലങ്ങളിലുണ്ട്. ഹരിദ്വാറിലുണ്ട്, പ്രയാഗിലുണ്ട്, പിന്നെ നാസിക്കിലുണ്ട്, ഉജ്ജയിനിലുണ്ട്. ഇവിടെയൊക്കെ കുംഭമേളകളുണ്ട്. അപ്പോൾ ഇതിന് കാരണം എന്ന് വെച്ചാൽ ദേവന്മാരും അസുരന്മാരും പാലാഴി മഥനത്തിന് ശേഷം അമൃത് കടഞ്ഞെടുത്തു. ഇതിനു വേണ്ടി പിടിവലി നടന്നു. 12 ദിവസങ്ങൾ അവർ പിടിവലി നടത്തിയെന്നാണ് പറഞ്ഞത്. 12 ദിവസങ്ങൾ നമ്മുടെ കണക്കിലാണ് 12 ദിവസം. പക്ഷേ ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 12 ദിവസത്തിൻ്റെ 12 വർഷം ആണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 12 വർഷത്തിലൊരിക്കൽ 12 ദിവസം ഇതിനു വേണ്ടി പിടിവലി നടന്നപ്പോൾ 4 അമൃത തുള്ളികൾ ഭൂമിയിൽ വീണു. അതൊന്ന് ഹരിദ്വാറിൽ, പ്രയാഗിൽ, ഇപ്പോൾ പ്രയാഗ്രാജ് എന്നാണല്ലോ പേര്, പ്രയാഗിൽ, നാസിക്കിൽ, ഉജ്ജയിനിൽ വീണു എന്നാണ് വിശ്വാസം. ഹരിദ്വാറിൽ ഗംഗയിലും, പ്രയാഗിൽ ഗംഗ, യമുന ഭൂമിക്കടിയിലെ അന്തർവാഹിനിയായിട്ടൊഴുകുന്ന സരസ്വതി തീരത്തുമാണ് കുംഭമേള നടക്കുന്നത്. ഉജ്ജയിനിൽ ക്ഷിപ്ര നദീതീരത്ത്, നാസിക്കിൽ ഗോദാവരിയുടെ തീരത്താണ്
ഈ കുംഭമേള നടക്കുന്നത്. അപ്പോൾ കുംഭമേള അവിടെ എല്ലാ കുംഭമേളയും ഒരേ വർഷമല്ല, വ്യത്യസ്ത വർഷങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ മാറി 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 ഓരോ 12 വർഷം കൂടുമ്പോഴും കുംഭമേള വരുന്നുണ്ട്. അതുകൂടാതെ 6 വർഷം കഴിയുമ്പോൾ അർദ്ധ കുംഭമേളയും വരുന്നുണ്ട്. അപ്പോൾ കുംഭമേള എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മിസ്സാവില്ല. കുംഭമേളയ്ക്ക് ഇനി വരുന്ന കുംഭമേളകളിൽ നമുക്ക് പങ്കെടുക്കാം. അപ്പോൾ മഹാകുംഭമേളയാണ് എന്ന് കരുതി തിക്കി തിരക്കി ഭക്തന്മാർ അങ്ങോട്ട് പോകണ്ട. ഇതൊരു കുംഭമേളയാണ്. പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ, വിശ്വാസികൾ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തജന പ്രവാഹമുള്ള സ്ഥലമാണ് പ്രയാഗ്രാജിലെ കുംഭമേള എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, നമ്മൾ ഇന്നലെ പറഞ്ഞു, UAE എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഔദ്യോഗിക സംഘം വന്നിരിക്കുന്നു. അതിനെ നയിക്കുന്നത് ഒരു വനിതയാണ്. തട്ടം പോലും ഇടാത്ത ഒരു വനിത വന്നിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു. സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യ ഹിന്ദുമതം സ്വീകരിച്ച് കമല എന്ന പേരിലാവുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വാർത്തകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാ ദിവസവും കുംഭമേള ഉത്തരേന്ത്യൻ പത്രങ്ങളിലും മാധ്യമങ്ങളിലും നിറയെ വാർത്ത. നമ്മുടെ ഇവിടെ വാർത്തയൊന്നുമല്ല. ഇവിടെ ഇപ്പം കുംഭമേളയെക്കുറിച്ച് പോസിറ്റീവായിട്ടൊരു വാർത്ത പോലും കൊടുക്കാത്ത മാധ്യമങ്ങൾ കുംഭമേളയിൽ എവിടെയോ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചപ്പോൾ അത് വലിയ വാർത്തയാണ്. അവർക്കതാണ് കുംഭമേള നടക്കുന്നതല്ല, കുംഭമേള എങ്ങനെ അലങ്കോലപ്പെടണം, എങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കരുതുക. ഹിന്ദുക്കളുടെ ലോകത്തിലെ ഏറ്റവും വലിയ 43 കോടി ജനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വരിക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റാത്ത, അതിൻ്റെ പ്രാധാന്യത്തിൽ മലയാളത്തിലെ ഏതെങ്കിലും മാധ്യമം, പത്രങ്ങളാവട്ടെ ചാനലുകളാവട്ടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മഹാകുംഭമേള എന്ന് പറയുന്നത് ഇനി 2013 കഴിഞ്ഞതുകൊണ്ട് ഇനി 122 വർഷം കഴിഞ്ഞേ വരുള്ളൂ. നമുക്ക് വേറെ കുംഭമേളകൾ ഹരിദ്വാറിലെയും നാസിക്കിലെയും ഉജ്ജയിനിലെയും കുംഭമേളകൾ ഇനി വരാനുണ്ട്. തൊട്ടടുത്ത വർഷങ്ങളിൽ വരും അർദ്ധകുംഭമേളകൾ. ഈ പ്രയാഗ്രാജിൽ തന്നെ അർദ്ധകുംഭമേള വരാം. അപ്പോൾ അങ്ങനെ അവസരങ്ങൾ ഇനിയുണ്ട്. പിന്നെ ഈ കുംഭമേളയ്ക്ക് പോയിട്ട് അവിടെ നമുക്ക് വരുന്ന വാർത്തകൾ ടെൻറ്റ് സിറ്റി ഉണ്ടായിരിക്കുന്നു, പിന്നെ ഒരുപാട് ബയോ ടോയ്ലറ്റുകളുണ്ട്, എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉണ്ടെന്നൊക്കെയുള്ള വാർത്ത നമ്മൾ കാണുന്നുണ്ട്. നമ്മളെപ്പോലെ കേരളത്തിൽ നിന്നുൾപ്പെടെ പോകുന്ന ആളുകൾക്ക് നമ്മളൊരു ഇതിനകത്തൊരു ടൂറിസം എലമെൻറ്റും കൂടിയുണ്ട്. സത്യം പറഞ്ഞാൽ ഭക്തിയൊക്കെ ഉണ്ട്, എന്നാലും നമ്മളൊരു ടൂറിസം എലമെൻറ്റിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് എല്ലാ മലയാളിയും പോകുന്നത്. ആരും എൻ്റെ കുറ്റം പറയേണ്ട, സത്യമാണ്. പക്ഷേ ഈ പ്രയാഗിൽ ഇപ്പോൾ വരുന്ന ആളുകളുണ്ടല്ലോ, ഈ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒരു പരിക്രമണം എന്ന തരത്തിലാണ് ഇവർ വരുന്നത്. അപ്പോൾ നർമ്മദാ പരിക്രമണം, ഗോദാവരി പരിക്രമണം, കൈലാസ പരിക്രമണം എന്നൊക്കെ ഉണ്ട്. എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ശബരിമലയ്ക്ക് കേരളത്തിൽ നിന്ന് എത്ര മലയാളി നടന്നു പോകുന്നുണ്ട്. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ നടന്ന് ചെരുപ്പില്ലാതെ വഴിയോരത്ത് കിടന്നുറങ്ങി, അടുത്തുള്ള ജലാശയങ്ങളിൽ കുളിച്ച്, വഴിയോരത്ത് ഭക്ഷണമുണ്ടാക്കി ഒക്കെ പോകുന്ന അന്യ സംസ്ഥാനത്തെ വിശ്വാസികളെ നമ്മൾ കാണുന്നുണ്ട്. അതൊരു പരിക്രമണമാണ്. അതുപോലെ ഈ പ്രയാഗ്രാജിലെ കുംഭമേളയ്ക്ക് വരുന്ന കോടിക്കണക്കിന് ആളുകളിൽ നല്ല ശതമാനം ആളുകളും മാസങ്ങളോളം അവർ വീടുകളിൽ നിന്ന് ആയിട്ട് പുറപ്പെട്ട് ദിവസങ്ങളായിട്ട് അവർ സഞ്ചരിക്കുകയാണ്. അവർ കാൽനടയായൊക്കെ വന്ന് അടുത്തുള്ള ക്ഷേത്രങ്ങളിലും സത്രങ്ങളിലും താമസിച്ച് അവിടെ നിന്ന് അന്നദാനം കഴിച്ച് അടുത്തുള്ള തീർത്ഥക്കുളങ്ങളിൽ അല്ലെങ്കിൽ പുഴകളിലൊക്കെ മുങ്ങിക്കുളിച്ച് അവരിങ്ങനെ വരും. അവർ ഇത്തരം സംവിധാനങ്ങളെ കുറിച്ചൊന്നും ബോധേടല്ല. അവർക്ക് ടെൻറ്റ് വേണ്ട. അതെ, അവർ വരുന്നു, അവരുടെ വിശ്വാസപ്രകാരമുള്ള പുണ്യസ്നാനം കഴിച്ച് അമൃതകുംഭത്തിൻ്റെ ബിന്ദുവിൻ്റെ ദിവ്യ സ്നാനമുള്ള പുണ്യനദിയിൽ സ്നാനം ചെയ്ത് പാപങ്ങൾ കളയാനല്ല, അതവിടെ തെറ്റ്. പാപങ്ങൾ കളയാനല്ല. അതായത് നമ്മുടെ ഒരു വിശ്വാസം, ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ആചാര്യസ്വാമികൾ പറഞ്ഞല്ലേ, പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനി ജഡരേ ശയനം. അതായത് നമ്മൾ ജനിക്കും, മരിക്കും, പിന്നെയും അമ്മയുടെ ഗർഭപാത്രത്തിൽ വീണ്ടും വരും. ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ജന്മം പോകുന്നത്. കാരണം മോക്ഷം കിട്ടാതെ ഇങ്ങനെ ജീവിത ചക്രത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുകയാണ് മനുഷ്യജീവിതം. അപ്പോൾ നമുക്ക് വിഷ്ണുപദത്തിലെത്തണം, മോക്ഷപ്രാപ്തി ഉണ്ടാവണം. അതായത് വീണ്ടും മനുഷ്യനായി അല്ലെങ്കിൽ ഏതെങ്കിലും ജീവജാലങ്ങളായി വീണ്ടും ഭൂമിയിൽ ജനനമെടുക്കുന്ന സ്ഥിതി മാറിയിട്ട് നമുക്ക് വിഷ്ണു ലോകത്തേക്ക്, മോക്ഷലോകത്തേക്ക് നമുക്ക് പോകണം. അതിനുവേണ്ടി നമ്മൾ ഈ പുണ്യസ്നാനം, കുംഭമേളയിലുള്ള പുണ്യസ്നാനം ചെയ്യുന്നതോടെ നമുക്ക് അമരത്വം കിട്ടും. അമരത്വം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മരിക്കാതെ ജീവിക്കുന്നതല്ല, ആത്മാവിന് മോക്ഷപ്രാപ്തി ഉണ്ടാവുന്നതാണ് അമരത്വം. അല്ലാതെ 1000 വർഷം ജീവിക്കുക, 100-150 വർഷം ജീവിക്കുക എന്നുള്ളതല്ല അമരത്വം. അമൃത് എന്ന് പറയുന്നത് നമുക്ക് അമരത്വം നൽകുന്നത് നമ്മുടെ ആത്മാവിന് മോക്ഷം നൽകുന്ന നിത്യതയിലേക്ക് ലയിപ്പിക്കലാണ് മോക്ഷം എന്ന് പറയാം. അതാണ് അമരത്വം. അങ്ങനെയുള്ള അമരത്വത്തിലേക്ക്, മോക്ഷത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നത് ഈ ദിവ്യസ്നാനമാണ്. അതുകൊണ്ട് കുംഭമേളയിൽ പോകുന്നത്, അവിടെ സ്നാനം ചെയ്യുന്നത്,
പുണ്യമാണ്. ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന കുംഭമേളയിൽ പോയില്ലെങ്കിൽ എൻ്റെ ജന്മം പാഴായി എന്ന് കരുതി ഇടിച്ചു കയറി പോകണമെന്നില്ല. കുംഭമേളകൾ വീണ്ടും വരും, അതൊരു നഷ്ടബോധവും വേണ്ട. ഇപ്പോൾ നമ്മുടെ ഇവിടെ ജീവിക്കുന്ന ഞാൻ ഉൾപ്പെടെ എന്നെ കേൾക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെക്കാളും ഒക്കെ പ്രായം കുറഞ്ഞ ആളുകൾക്ക് ഒരിക്കലും ഒരു മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയില്ല. കാരണം മഹാകുംഭമേള 2013 പ്രയാഗിൽ തന്നെ കഴിഞ്ഞുപോയി. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഉത്തരേന്ത്യൻ പത്രങ്ങൾ നോക്കൂ, കേരളത്തിന് പുറത്തുള്ള ഇംഗ്ലീഷ് പത്രം നോക്കൂ, അല്ലെങ്കിൽ ഹിന്ദി പത്രങ്ങൾ നോക്കൂ, അല്ലെങ്കിൽ നാഷണൽ ചാനലുകൾ നോക്കൂ, അവരാരും മഹാകുംഭമേള എന്ന് പറയുന്നില്ല, കുംഭമേള എന്നേ പറയുന്നുള്ളൂ. കേരളത്തിൽ മാത്രമാണ് മഹാകുംഭമേള എന്ന്. ഒന്നെങ്കിൽ ഇവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്, ഒന്നെങ്കിൽ വിവരമില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം ഇതിനെ ഒരു തെറ്റായ കാര്യം പ്രചരിപ്പിക്കുക. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നു, നമ്മുടെ നെയ്യാറ്റിൻകരയിൽ, ഞാനും നെയ്യാറ്റിൻകരയാണ്, തിരുവനന്തപുരം ജില്ലയിൽ ഒരാൾ സമാധിയായില്ലേ, അതെ അതെ, അദ്ദേഹത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? നെയ്യാറ്റിൻകര ഗോപൻ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ശരിക്കും ജനിച്ചത് എവിടെയാണെന്ന് അറിയാം? ആറാലമ്മൂട്ടിലാണ്. ആറാലമ്മൂട് എന്ന് ഒരു മാധ്യമവും പറഞ്ഞില്ല, പകരം നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തായ ഒരു ദൃശ്യ മീഡിയ, ഒരു ടെലിവിഷനിൽ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, അതെന്താ ഇങ്ങനെ പറയും? തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഒരു ശിക്ഷനാണെന്ന് കൂട്ടിക്കോ. അവനെ വിളിച്ചു, എന്താണ് ഇങ്ങനെ നിങ്ങൾ നെയ്യാറ്റിൻകര എന്ന്? അയാൾ ആറാലമ്മൂടുകാരനല്ലേ? അതല്ല ചേട്ടാ, അത് നെയ്യാറ്റിൻകരയാകുമ്പോൾ കേരളത്തിൽ മുഴുവൻ അറിയാമല്ലോ. ഞാൻ ചോദിച്ചു, എടാ ഈ ആറാലമ്മൂട്ടിയിൽ നിന്ന് നെയ്യാറ്റിൻകരയ്ക്ക് എത്ര ദൂരമുണ്ട്? 5 കിലോമീറ്റർ ഉണ്ട്. എന്നാൽ ഈ ആറാലമ്മൂട്ടിയിൽ നിന്ന് 2.5 കിലോമീറ്റർ പോയാൽ കേരളം മുഴുവൻ അറിയുന്ന അതിപ്രശസ്തമായ മറ്റൊരു സ്ഥലമുണ്ട്, ബാലരാമപുരം മുണ്ടുകൾ കൈത്തറി ലോകപ്രസിദ്ധമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ബാലരാമപുരം എന്ന് പറയാത്തത്? ഉത്തരവില്ല. സിമ്പിളാണ്. കാരണം നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരു സിനിമയിൽ വന്നിരുന്നു അല്ലേ? അതെ, മോഹൻലാലിൻ്റെ ഒരു സിനിമ. അത് ഇവരൊക്കെ പറയുന്നത് പൊട്ടിപ്പോയ സിനിമയാണ്. മോഹൻലാലിന് കഴിഞ്ഞ് 30 വർഷമായിട്ടൊരു സിനിമയും വിജയിച്ചിട്ടില്ല. 30 വർഷത്തിനുള്ളിൽ മോഹൻലാൽ ഇവിടെ ഹാഷിഷ് ടീമൊക്കെ പറയുന്നത് മോഹൻലാൽ എന്നുള്ളതാണ് 30 വർഷം മുമ്പേ കാലഹരണപ്പെട്ടു എന്നൊരു സിനിമയിലൊരു കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിച്ചിരുന്നു. അപ്പോൾ മോഹൻലാലിനെ നടനെയല്ല മോഹൻലാൽ, അത് മോഹൻലാലിൻ്റെ ഒരു പരാജയപ്പെട്ട സിനിമ എന്ന് പറഞ്ഞ് തള്ളിമറിക്കുന്ന ഒരു സിനിമയാണ് ഈ നെയ്യാറ്റിൻകര ഗോപൻ കഥാപാത്രമായിട്ടുള്ള സിനിമ. അപ്പോൾ ആ പേരെടുത്ത് വെച്ചിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ആറാലമ്മൂട്ടുകാരനെ ബാലരാമപുരംകാരൻ എന്ന് പോലും പറയാതെ നെയ്യാറ്റിൻകര എന്നാക്കി പറഞ്ഞ് വ്യാജ നിർമ്മിതിയാണ്. അപ്പോൾ അതുപോലെ കുംഭമേള എന്ന് പറയുന്നതും മഹാകുംഭമേളയാണെന്ന് ഇവർ പറയുന്നത് ഒരു വ്യാജ ബിംബം ഉണ്ടാക്കാനാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഒന്നെങ്കിൽ വിവരക്കേടാണ്, ശുദ്ധ വിവരക്കേട്. കേരളത്തിലെ മാധ്യമങ്ങളിലിരിക്കുന്ന ഒരാൾക്കും വിവരമില്ല എന്നുള്ളത്. അല്ലെ പിന്നെ ബഹുമാനം കൊണ്ട് എല്ലാ കുംഭമേളയും മഹാകുംഭമേള എന്ന് വിളിക്കാം. അത് ആദരവ് കാണിക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്, നമോവാകം. അപ്പോൾ സാധ്യത വളരെ കുറവല്ലേ? ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് ഒരു സനാതന വിശ്വാസിയെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അതിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പങ്കെടുക്കുക. പങ്കെടുക്കാൻ കഴിയാത്തവർക്ക്, ഇപ്പോൾ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് നിരാശ വേണ്ട. വരും വർഷങ്ങളിൽ മറ്റു 3 കേന്ദ്രങ്ങളിലും 12 വർഷത്തിനുള്ളിൽ, 12 വർഷമൊന്നും വേണ്ട, 2027 കുംഭമേള വരുന്നുണ്ട്, അവിടെ പങ്കെടുക്കാം. ഈ പ്രയാഗിൽ തന്നെ 6 വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേള വരുമെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതുകൊണ്ട് നിരാശപ്പെടേണ്ട, തിക്കിത്തിരക്കേണ്ട, പോകാൻ കഴിയാത്തതിൽ സങ്കടവും വേണ്ട. പോകാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ, പോവുക. എന്തായാലും അടുത്ത് വരുന്ന കുംഭമേളയ്ക്ക് ഞാൻ പോകും. സിനിമ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. പറ്റിയാൽ നമുക്കൊന്നിച്ചു പോവാം. അവിടെ പോയി അവിടെ നമുക്ക് ലൈവ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും കുംഭമേളയ്ക്ക് പോകുന്ന എല്ലാവർക്കും ആശംസകൾ. കുംഭമേളയ്ക്ക് പോകാൻ കഴിയാത്തവർക്ക് നിരാശപ്പെടേണ്ട, കുംഭമേളകൾ ഇനിയും വരുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.